ഇന്ന് ഉപവാസത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ടൈറ്റില് 10 ബിബ്ലിക്കൽ പർപ്പസസ് ഓഫ് ഫാസ്റ്റിംഗ്. ഉപവാസത്തിന്റെ 10 ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉപവാസത്തിന് പ്രധാനപ്പെട്ട 2 എബ്രായ മൂലപദങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിലുള്ളത്. അതിലൊരു വാക്ക് മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പരിമിതമായി പറയേണ്ടിയിരുന്നത് കൊണ്ടാണ് ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ട് ഞാൻ വേഗം പോയത്. അതുകൊണ്ട് ഇന്ന് അത് അല്പം കൂടെ ഒന്ന് വിശദമായി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഉപവാസത്തിന് സാധാരണ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദം ഇവിടെ ചാറ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നു. സോം എന്നൊരു പദമാണ്. അത് ടിയിലാണ് ആരംഭിക്കുന്നത്. സോം, TZOM, സോം. ഇത് പഴയ നിയമത്തിൽ 26 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. 26 പ്രാവശ്യം. പ്രത്യേകിച്ച് പ്രവാചക പുസ്തകങ്ങളിൽ, അതുപോലെ തന്നെ തോറായിൽ 26 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്, ഉപവാസത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് സോം എന്നൊരു പദം. അപ്പം ഈ സോം എന്ന പദത്തിന്റെ പൊതുവായിട്ടുള്ള അർത്ഥം ഉപവസിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതിന് ഉപവസിക്കുക, എല്ലാത്തരം കാര്യങ്ങളിൽ നിന്നും വർജിക്കുക എന്നുള്ള അർത്ഥമാണ് ഈ സോം എന്ന പദത്തിന് ഉള്ളത്. അപ്പൊ പഴയ നിയമത്തിൽ പൊതുവായി ഉപവാസം എന്ന വാക്ക് നമ്മൾ കാണുമ്പോൾ സോം എന്ന പദമാണ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. കാരണം എല്ലാ തരം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, അങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുക, കൂടെ വസിക്കുക എന്നുള്ള അർത്ഥമാണ് പൊതുവായിട്ട് അതിനുള്ളത്. പക്ഷെ ഉപവാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന, തോറായില് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. അത് തനിറ്റ് എന്നാണ്. ഞാനിവിടെ എഴുതുന്നു. തനിറ്റ് അല്ലെ തനീത്ത് എന്നൊക്കെ പറയാം. വാക്ക് കിട്ടിയോ? കാണാൻ പറ്റുന്നുണ്ടോ? ചാറ്റിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇത് റബാനിക് ഹിബ്രുവില് ഈ വാക്ക് റിലീജിയസ് ഫാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. യഹൂദന്മാര് അവരുടെ മതാചാരപ്രകാരമുള്ള ഉപവാസത്തിന് ഉപയോഗിക്കുന്ന പദം തനീത്ത് എന്നാണ്. അതിന്റെ ആ വാക്കാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ആത്മതപനം. പലപ്പോഴും ആ വാക്ക് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാകത്തില്ല. ആത്മതപനം, സോൾ ഫാസ്റ്റിംഗ് എന്നതിന്റെ അർത്ഥം. സോൾ ഫാസ്റ്റിംഗ്, അതിന് ധാരാളം അർത്ഥതലങ്ങളുണ്ട്. ഈ സോമിനേക്കാൾ ധാരാളം അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് തനീത്ത് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആത്മപരിശോധന എന്ന വാക്കൊക്കെ തർജ്ജമ ചെയ്യപ്പെടുന്നത്. നമ്മൾ എഴുതിയിട്ടില്ല ആത്മതപനം, ആത്മപരിശോധന നടത്തുക, സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുക. അതാണ് മുമ്പേ പറഞ്ഞത്. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കുറെ കൂടെ കൂടുതൽ പ്രാർത്ഥിക്കുക, ആത്മതപനം ചെയ്യുക, ആത്മപരിശോധന നടത്തുക, അധിക പ്രാർത്ഥന ചെയ്യുക. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പക്ഷെ അതിനേക്കാൾ അധികമായി പ്രാർത്ഥിക്കുക, പാദരക്ഷകളൊക്കെ ഉപേക്ഷിക്കുക. അവർ ചെയ്യുന്ന കാര്യമാകട്ടോ, ഇത് ഞാനൊരു ഡോക്ടറിനായിട്ട് പറയല്ല. അവർ പാദരക്ഷകളൊക്കെ ഉപേക്ഷിക്കുക, രട്ടും വെണ്ണീറിലും ഒക്കെ ഇരിക്കുക. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നിന്ന്, ശാരീരിക അഭിലാഷയുടെ ഭാഗമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക, വിലാപങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുക. അങ്ങനെയുള്ള വ്യത്യസ്ത സവിശേഷതകളുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരാണ് തനീത്ത് എന്ന് പറയും. ഇത് എസ്രായുടെ പുസ്തകം ഒന്ന് വായിക്കാമോ? 9-ാം അധ്യായത്തിന്റെ 3-ഉം
4ഉം 5ഉം വാക്യങ്ങൾ രേഖപ്പെടുത്താം, എഴുതി വയ്ക്കാം, അത് പിന്നീട് വായിക്കാം. ചുരുക്കമായിട്ട് വായിക്കാൻ 5ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ 3, 4 ബാക്കി 5 പെട്ടെന്നൊന്ന് വായിച്ചാലും എളുപ്പമായിരിക്കും. എസ്രായുടെ പുസ്തകം 9ാം അധ്യായം 3ാമത്തെ വാക്യം തൊട്ട്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി. എസ്രായെ കുറിച്ച് പറയുകയാണ്. ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി, എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ചു, സ്തംഭിച്ചു കുത്തിയിരുന്നു. സാധാരണയിൽ കവിഞ്ഞ് ഒരു 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 പ്രത്യേകതയിലേക്ക് താൻ പോവുകയാണ്. ഞാൻ സ്തംഭിച്ച് കുത്തിയിരുന്നു. 4ാം വാക്യം, പ്രവാസികളുടെ അകൃത്യ നിമിത്തം ഇസ്രായേലിൽ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. ഒരു ശാസ്ത്രിയെ കുറിച്ച് എഴുതിയിരിക്കുക, ഒരു വലിയ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുക. ഇസ്രായേലിന് ഒരു വലിയ മാറ്റം വരുത്തുവാനായിട്ട് ഉദ്യമിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഞാൻ ഒരു സ്ഥലത്ത് സ്തംഭിച്ച് കുത്തിയിരുന്നു. 5ാമത്തെ വാക്യം, സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട്, കണ്ടോ, ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി. എൻ്റെ ദൈവത്തിന് സല്ല് മുട്ടുകുത്തി ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇതാണ് തനീത്ത്. പതിവിലും വ്യത്യസ്തമായി പ്രാർത്ഥിക്കുക, വ്യത്യസ്തമായി ആചരിക്കുക, കംഫോർട്ട് സോണിൽ നിന്ന് താൻ അല്പം മാറി നിൽക്കുക, ദൈവത്തോട് കൂടുതൽ ബന്ധപ്പെടുക. ഇതൊക്കെയാണ് തനീത്ത് എന്ന വാക്ക് കാണുന്നത്. ഇസ്രായേലിന്റെ യഹൂദന്മാരുടെ മതാചാരപ്രകാരമുള്ള എല്ലാ ഉപവാസ പ്രാർത്ഥനയും തനീത്താണ്. പ്രത്യേകിച്ച് യോം കിപ്പൂറിലെ പാപപരിഹാര ദിവസമൊക്കെ അവർ ചെയ്യുന്ന ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അത് കൂടുതൽ അവർ തങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് അവരുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. അഫ്ലിക്ഷൻ അല്ലെ, അഫ്ലിക്ഷൻ, അനവ് എന്ന് പറയും, അനവ്. അതിന്റെ ചില ചേർന്ന് നിൽക്കുന്ന ചില പദങ്ങളാണ് ഞാൻ ഇബ്രായ ഭാഷയിൽ പറയുന്നത്. അനവ്, ഇവിടെ ഞാൻ എഴുതാം. അനവ് എന്ന് പറഞ്ഞാൽ അഫ്ലിക്ഷൻ ചെയ്യുക, അഫ്ലിക്റ്റ് ആകുക. അഫ്ലിക്ഷൻ കൊണ്ട് ഹംബിൾ ആകുക. കണ്ടോ, അഫ്ലിക്റ്റ് ചെയ്തിട്ട് ഹംബിൾ ആകുക. കേൾക്കുന്നുണ്ടോ? അതാണ് അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത. തന്നെത്താൻ അഫ്ലിക്റ്റ് ചെയ്യുക, തന്നെത്താൻ ഉണ്ടോ, രോമം വലിച്ചു പറിച്ചു, കീറിയ വസ്ത്രം ധരിക്കുന്നു, ചാക്കുശീല പുതയ്ക്കുന്നു, വെണ്ണീർ വാരി എറിയുന്നു, വിലാപങ്ങളുടെ പുസ്തകമൊക്കെ വായിക്കുന്നു. എന്നിട്ട് കഷ്ടത കൊണ്ട് വിനീതരാകുക. അഫ്ലിക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഹംബിൾ ആകുക, കഷ്ടത കൊണ്ട് വിനീതരാകുക. അതിനാണ് അനവ് എന്ന് പറയുന്നത്. അതവർ ചെയ്യുന്നു. മറ്റൊന്നാണ് ആ നീ എന്ന് പറയാം, തന്നെത്താൻ പൂവറാകുക. ആ നീ, ഇത് അതിനോട് ചേർന്ന് വരുന്ന വാക്കുകളാണ്. അനി എന്ന് പറഞ്ഞാൽ പൂവറാകുക. ആൻഡ് ഇൻയൂ എന്ന് പറഞ്ഞാല് ടോർച്ചർ ചെയ്യുക. അതിനായി പൗലോസ് പറയുന്നത് ദണ്ണിപ്പിച്ച് അടിമയാക്കുക എന്നൊരു പദം പുതിയ നിയമത്തിലുണ്ടല്ലോ. ദണ്ണിപ്പിച്ച്, എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക. അതാണ് എൻ്റെ ശരീരത്തെ ഒന്ന് പാവപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും ദുരഭിമാനങ്ങളെയും എൻ്റെ ശരീരത്തിൽ ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും, ഗുരുതലേഖനത്തിൽ എഴുതിയിട്ടുണ്ടത്, ദൈവത്തിന് വിരോധമായിട്ട് ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ദൈവത്തോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തോടുള്ള അനുസരണത്തിനായി അതിനെ പിടിച്ചടക്കി. എൻ്റെ ശരീരത്തിലും ഉയർന്നു വരുന്ന എല്ലാ അഭിലാഷങ്ങളെയും ദുരഭിമാനങ്ങളെയും ദൈവത്തോടുള്ള അനുസരണത്തിനായി ഞാൻ ടോർച്ചർ ചെയ്യുകയാണ്. അതിന് ഞാൻ പിടിച്ചടക്കുക. എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഫാസ്റ്റിങ്ങിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്.
ഇതാണ് യഹൂദന്മാർ ചെയ്യുന്ന ഫാസ്റ്റിംഗ്. എന്നിട്ട് ഒരു ദാഹം തന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. സമാ എന്ന് പറയും. സമാ, ടി സമ. സമ എന്ന വാക്കിന്റെ അർത്ഥം ദാഹം. ദാഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥമുണ്ട്, ചുരുങ്ങുക, സ്വയം നിയന്ത്രിക്കുക. വെള്ളത്തിന്റെ അഭാവം മൂലം നാവും തൊണ്ടയും ചുരുങ്ങുന്നത് പോലെ തന്നിലേക്ക് തന്നെ സ്വയം ചുരുങ്ങുക, എന്നിട്ട് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിൽ ചെല്ലുക. അതാണ് ഉപവാസം. സമേദ് എന്ന് പറയും. അതിനാ ഉപവാസം എന്ന് പറയുന്നത്. എന്താ പറയാ, നമ്മുടെ കയ്യിലോ കാലിലോ ഒരു ചെറിയ ചരട് കെട്ടിയിട്ടാല് ആ ചരട് നമ്മൾ പറഞ്ഞെങ്കിലേ പിന്നെ അഴിച്ചു കളഞ്ഞെങ്കിലേ ശരീരത്തിൽ വിട്ടുപോകത്തുള്ളൂ. അഭേദ്യമായ, ചേർന്ന് കിടക്കുന്ന, എപ്പോഴും ഒരുമിച്ച് കിടക്കുന്ന, പേറായിട്ട് കിടക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് പോലെ, സംതിങ് ബൗണ്ട് ഓൺ ദി റിസ്റ്റ്. അതാണ് സമാ, ദാഹം എന്ന് പറയുന്നത്. ആ വാക്കാണ് ഉപവാസം എന്ന് പറയുന്നത്. സ്തോത്രം. അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് ചുരുങ്ങുക. ദൈവവും മനുഷ്യനുമായി ഇഴുകിച്ചേരുന്ന ഒരു ബാന്ധവത്തിലേക്ക് ഒരു മനുഷ്യൻ ചുരുങ്ങിപ്പോകുന്നതിന് പറയുന്ന പേരാണ് ഉപവാസം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ഉപവാസത്തിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നറിയാം. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഇടയ്ക്ക് 100 കണക്കിന് കാര്യങ്ങളാണ്. കാരണം നമുക്ക് അതിനുവേണ്ടി ചുരുങ്ങാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ അന്നേരമായ ഉള്ള തിരക്കുകളെല്ലാം വരുന്നത്, അന്നേരം വിസിറ്റേഴ്സ് വരുന്നത്, അന്നേരം ഫോൺ കോൾ വരുന്നത്, അന്നേരം ഗ്യാസ് തീർന്നു പോകുന്നത്, അന്നേരം ടാങ്കിനകത്ത് വെള്ളമില്ലെന്നുള്ള അറിവ് അന്നേരം വരുന്നത്, അന്നാ പിള്ളേരുടെ ഫീസ് അടയ്ക്കണമെന്ന് നമുക്ക് അന്നാ ഓർമ്മ വരുന്നത്. മുഴുവൻ ലോകവും നമ്മുടെ മുമ്പിൽ വന്ന് കുത്തിയിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. അല്ലേ? ഞാൻ പറയുന്നത് അല്ലെ, ശരിയാണോ തെറ്റാണോ? നമ്മൾ ഫാസ്റ്റിങ്ങിനൊന്ന് ഇരുന്നേ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എല്ലാം ഒതുക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാം മാറ്റിവെച്ചും സകല കാര്യങ്ങൾ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞായിരിക്കുന്നു. പക്ഷെ അന്നായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക്. അത് സ്വാഭാവികതയല്ല, അസ്വാഭാവികതയാണ്. കാരണം ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടരുതെന്ന് പിശാചിനൊരു നിർബന്ധമുണ്ട്. സ്തോത്രം. കാരണം മാനവകുലം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങരുതെന്ന് പിശാചിനൊരു നിർബന്ധമുണ്ട്. ആ നിർബന്ധത്തിന് നമ്മൾ എവിടെയൊക്കെയോ വഴങ്ങിപ്പോവുകയാണ്. നാം നമ്മിലേക്ക് ചുരുങ്ങി ദൈവവുമായിട്ടൊരു ബാന്ധവത്തിൽ എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഫാസ്റ്റിങ്ങിന്റെ അർത്ഥം. എന്താണ്? ഡിപ്പെൻഡ് ഓൺ ഗോഡ്. ഡിപ്പെൻഡ് ഓൺ ഗോഡ് എലോൺ. സ്തോത്രം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ദാനിയേലൊക്കെ ഉപവസിച്ച ഉപവാസം നമ്മൾ പഠിക്കണം. അവിടെ നീതീകരണമില്ല. ദാനിയേൽ എന്നൊക്കെ പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം. 3 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ബാബിലോണിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ദാനിയേൽ. 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ രാജാവ്, ബേൽഷസ്സർ രാജാവ്, ദാരിയാവേശ് രാജാവ്. ഈ 3 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ രാജകൊട്ടാരത്തിൽ വസിച്ച് രാജ്യസേവ ചെയ്ത ഒരു മനുഷ്യനാണ് ദാനിയേൽ. ഈ 3 രാജാക്കന്മാരുടെ കാലത്തും തനിക്ക് ഏതാണ്ട് 60-62 വയസ്സ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെന്നാണ് പാലസ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ദാരിയാവേശ് രാജാവിന് 80 വയസ്സുണ്ടായിരുന്നു, അല്ലേ? ദാരിയാവേശ് രാജാവ് 80 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അക്കാലങ്ങളിൽ 60-62 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ദാനിയേൽ. ഈ നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് അവിടെയുള്ള കൊട്ടാരത്തിലുള്ള സകല വിദ്വാൻമാരുടെയും ചീഫായിരുന്നു ദാനിയേൽ. ഭാഷാ നിപുണനായിരുന്നു
ദാനിയേൽ. 7-ലധികം ഭാഷകൻ അനായാസം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള വിദ്വാനായിരുന്നു, പണ്ഡിതനായിരുന്നു ദാനിയേൽ. അവർക്കെല്ലാം മാർഗദർശനം കൊടുക്കുന്ന ഒരാളായിരുന്നു ദാനിയേൽ. ദാനിയേൽ പ്രവാചക പുസ്തകം 2:48 അത് എഴുതിയിട്ടുണ്ട്. സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. അപ്പൊ ദാനിയേൽ ആരാ? ചില്ലറക്കാരൻ വല്ലതും ആണോ? 2:48 ദാനിയേൽ രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവന് അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. And he is the chief of the governors over all the wise men of Babylon എന്ന് എഴുതിയിരിക്കുന്നത്. He was the chief of the governors over all the wise men of Babylon. ബാബിലോൺ സാമ്രാജ്യത്തിലുള്ള സകല ഗവർണേഴ്സിന്റെയും ചീഫായിരുന്നു ദാനിയേൽ. ഇപ്പൊ എത്ര ഉത്തരവാദിത്വമുള്ള ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. ബേൽശസ്സർ രാജാവിന്റെ കാലത്തോ 5-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു, 5-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തില്, ആൻഡ് he was the third ruler of the kingdom എന്ന് എഴുതിയിരിക്കുന്നു. He was the third ruler of the kingdom. 5:29 വായിച്ചേ. അപ്പോൾ ബേൽശസ്സറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴുമെന്ന് അവനെ കുറിച്ച് പ്രസിദ്ധമാക്കി. രാജ്യത്തിലെ മൂന്നാമനായി വാഴിച്ച ഒരു മനുഷ്യനാണ് ആരാ? ബേൽശസ്സർ രാജാവിന്റെ കാലത്ത് രാജ്യത്തിലെ മൂന്നാമനായി വാണയാളാണ് ദാനിയേൽ. ദാനിയേലിന്റെ പ്രൊഫൈല് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദാര്യാവേശിന്റെ കാലത്തോ അതിലും ശ്രേഷ്ഠമായി പ്രൊമോഷൻ കിട്ടി. 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈല് വർദ്ധിച്ചു. ആ ബാബിലോൺ സാമ്രാജ്യത്തെ 120 സംസ്ഥാനങ്ങളായി വിഭജിച്ചിട്ട് ഓരോ സംസ്ഥാനത്തിന് ഓരോ അധിപതികളെ ആക്കി വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് 3 പേരിൽ ഒരാളായിരുന്നു ദാനിയേൽ. അല്ലേ? ഇംഗ്ലീഷ് എഴുതിക്കുന്ന ഹി വാസ് ദ ഫസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നില്ല. ഒന്ന് വായിച്ച് 6:26. എന്റെ രാജ്യാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ 28. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. കഴിഞ്ഞു. 28 ലാസ്റ്റ് വാക്യം. 6:28 രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് സിംഹാസനത്തിന്മേൽ 120 വാക്യം നോക്കിയ 120 പ്രധാന ദേശാധിപതികളെയും 1-2 ആണേ 1-2 ദാനിയേൽ പ്രവാചക പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യം. അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. അല്ലെ? ഈ മൂവരില് ദാനിയേൽ ഒരുവനായിരുന്നു. വാക്യം കണ്ടോ? ഓക്കെ. ഈ മൂവരില് ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികളിൽ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? Darius appointed 3 presidents on Babylon and Daniel was the first. അങ്ങനെ എഴുതിയിരിക്കുന്നത്. Daniel was the first. അപ്പൊ ഇത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി ചെയ്ത കാര്യം 9:3 എഴുതിയിട്ടുണ്ട്. കോണ്ടസ്റ്റ് പറഞ്ഞെങ്കിലേ ആ കോണ്ടസ്റ്റ് പറഞ്ഞെങ്കിലേ ആ വാക്യത്തിന്റെ ഡെപ്ത് നമുക്ക് പിടികിട്ടത്തുള്ളൂ. 9:3 6:3 പാസ്റ്റർ, അതാണ് ഉദ്ദേശിച്ചത്. 9:3 അപ്പോൾ ഞാൻ ഉപവസിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോട് യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. കണ്ടോ? ഇത്രത്തോളം ഉത്തരവാദിത്വമുള്ള ഒരാള്, തിരക്കുള്ള ഒരു മനുഷ്യൻ, കൊട്ടാരത്തിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ, ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്ത കാര്യം 9:3 എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീറിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ഇംഗ്ലീഷിൽ അത് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഐ ടേൺ ടു ദ മാസ്റ്റർ ഗോഡ്. ഐ ടേൺ ടു ദ മാസ്റ്റർ ഗോഡ്.
ഞാൻ എൻ്റെ മാസ്റ്റർ ഗോഡ്, എൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്, നല്ല സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്, ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കേണ്ട ആവശ്യമില്ലാത്തൊരു മനുഷ്യനാണ്, തിരക്കുള്ള മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ ചെയ്തതെന്നറിയാമോ? ഐ ടേൺ ടു ദ മാസ്റ്റർ ഗോഡ്. ഇവിടെയാണ് പ്രാർത്ഥനയുടെ പ്രസക്തി. ഇവിടെയാണ് പ്രാർത്ഥനയുടെ പ്രസക്തി. സമയമില്ലെന്ന് പറയുന്നവരോട് പറയാനാ ഞാൻ ഈ വാക്യം പറഞ്ഞത്. പ്രാർത്ഥിക്കാനേ സമയമില്ല, തിരക്കാണ് എന്നൊക്കെ പറയുന്നവരോട് പറയും, ഇതിൽ കൂടുതൽ പ്രൊഫൈൽ ഉണ്ടോ നമുക്ക്? സ്തോത്രം. ഇതിൽ കൂടുതൽ തിരക്കുണ്ടോ? പക്ഷേ ഡാനിയേൽ ചെയ്തതെന്നറിയാമോ? താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ചു. ഐ ടേൺഡ് ടു ദ മാസ്റ്റർ ഗോഡ്. ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ്. എന്താണ് ഫാസ്റ്റിംഗ്? ടേൺ ടു ദ മാസ്റ്റർ ഗോഡ്. കർത്താവിങ്കിലേക്ക് മുഖം തിരിക്കുക. സ്തോത്രം. നിങ്ങളെ സഹായിക്കുന്ന മനുഷ്യർ ചുറ്റുപാടും ഉണ്ടെങ്കിലും, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും, കർത്താവിനെ അന്വേഷിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് ഈ നാളുകളിലും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ കൊട്ടാരത്തിൽ പാർത്ത ചില ആളുകളാണ് രാജ്യത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലരെ കൊണ്ടാണ് ലോകത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ചത്. ഇങ്ങനെ കർത്താവിന്റെ മുഖം അന്വേഷിച്ച ചില ആളുകളെ കൊണ്ടാണ് ഇസ്രായേലിന്റെ ചരിത്രം ദൈവം തിരുത്തി കുറിച്ചത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ടാണ് ദൈവം ഇന്നും എന്റെയും നിങ്ങളുടെയും കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ ചരിത്രം തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതുപോലെയുള്ള പ്രാർത്ഥന, നമ്മൾ കംഫോർട്ട് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്കൊക്കെ എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയോട് വിരക്തി വരും, ചർച്ചിനോട് വിരക്തി വരും, ദൈവവചനത്തോട് വിമുഖത കാട്ടും, പുറംതിരിഞ്ഞു നിൽക്കും, ദൂരെ മാറിപ്പോകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് ദോഷമായി പോയോ എന്ന് തോന്നിപ്പോകും. സ്തോത്രം. കഷ്ടതയുണ്ടെങ്കിലേ പ്രാർത്ഥിക്കുവോളം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. അല്ല, എത്രത്തോളം ദൈവം അനുഗ്രഹിക്കുന്നുവോ അത്രത്തോളം ഭയം വർദ്ധിപ്പിച്ചു കൊള്ളണം. എത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുവോ ഉയർത്തുന്നുവോ അത്രത്തോളം ദൈവഭയവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു കൊള്ളണം. അല്ലെങ്കിൽ തന്നവൻ അത് ഒരു മിനിറ്റ് കൊണ്ട് തിരിച്ചെടുക്കാനും അറിയാം. എല്ലാരും പിണങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഒരു വർഷത്തെ അധ്വാനം കൊണ്ടോ ഒരു മാസത്തെ അധ്വാനം കൊണ്ടോ നാം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തിരിച്ചെടുക്കാനും ദൈവത്തിന് അറിയാം. ഞങ്ങളുടെ ലാഡസറയിലെ ഒരു മനുഷ്യനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഈ ഓരോ മനുഷ്യനെ എല്ലാവരും കൂടി ഓട്ടോറിക്ഷ കയറ്റി മാക്സ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ നോക്കി, എനിക്ക് പരിചയമുള്ള ഒരു മനുഷ്യനാണല്ലോ ആ ഓട്ടോറിക്ഷയിലോട്ട് കയറ്റുന്നതെന്ന് അറിഞ്ഞ് ഞാനും അവിടെ പോയി നോക്കുന്നു. ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞിട്ട് അവിടെ ചോദിച്ചു എന്തോ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ആ മനുഷ്യനെ പൊട്ടുവായിട്ടപ്പോ പിന്നെ വായടയ്ക്കാൻ പറ്റാതെ വന്നു, വാ പൊളിച്ചതുപോലെ അങ്ങ് ഇരുന്നു. പിന്നെ മാക്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 3 ലക്ഷം രൂപ കൊടുത്തപ്പോഴാണ് വായ ഒന്ന് അടച്ചു വെച്ച്. വഴിയെ പോകുന്ന ആളുകളെ മുഴുവൻ ചീത്ത വിളിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു വലിയ കോട്ടി അദ്ദേഹത്തിനുണ്ട്. ആ വീടിന്റെ വാതിക്കെ ഇരുന്ന് പോകുന്ന ആളുകളെല്ലാം അദ്ദേഹം കളിയാക്കുമായിരുന്നു. കൊച്ചുപിള്ളേരെയൊക്കെ അദ്ദേഹം വിളിക്കുന്നത് ഫാൽത്തു ഇതറാ, ഫാൽത്തു ഇതറാ. ആ മനുഷ്യനൊന്ന് കൂട്ടുവാ വിട്ടതാ, വായ ഒന്ന് തുറന്നു പോയതാ. ആ പരിധിയിൽ അല്പം കൂട്ടി തുറന്നു പോയി കാണും, പക്ഷെ പിന്നെ ഒന്ന് അടയ്ക്കാനായിട്ട് 3 ലക്ഷം രൂപ ചെലവാക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ മനുഷ്യൻ. എത്രത്തോളം ദൈവം അനുഗ്രഹിക്കുന്നുവോ, എത്രത്തോളം ദൈവം ഉയർത്തുന്നുവോ അത്രത്തോളം നമ്മൾ ഹമ്പിൾ ആയിക്കണം. അത്രത്തോളം ഹമ്പിളാണ്, അത്രത്തോളം താഴണം, അത്രത്തോളം നമ്മൾ താഴണം, വിനീതരാകണം. സ്തോത്രം. നമ്മൾ ദയാലുക്കളാകണം. ഹൃദയം എത്രത്തോളം താഴ്ത്താമോ അത്രയും താഴ്ത്തിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വായിക്കാണ്, എന്താണ് ഫാസ്റ്റിംഗ്? കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഗോഡ് എലോൺ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന പ്രക്രിയയാണ് ഉപവസിക്കുക. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഫാസ്റ്റിംഗ് ഒക്കെ ഇങ്ങനത്തെയുള്ള ഫാസ്റ്റിംഗ് ആണ്. പൗലോസിന്റെ ഒക്കെ പ്രൊഫൈല് വായിച്ചാൽ ഭയപ്പെട്ടു പോകും. വൈജ്ഞാന സാഗരത്തിന്റെ മറുകര കണ്ട മനുഷ്യനാണ് പൗലോസ്. അരിസ്റ്റോട്ടനും
അരിസ്റ്റോട്ടനും ഒക്കെ പറഞ്ഞ് നിർത്തിയെടുത്ത് പറഞ്ഞാരംഭിച്ച ആളാണ് അപ്പോസ്തലനായ പൗലോസ്. ഗ്രീക്ക് സാഹിത്യത്തിന്റെ ഈറ്റില്ലമായിരുന്ന സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ടയാളാണ് അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. പ്രത്യേക പൗരത്വം സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. ആ പൗലോസൊക്കെ കർത്തൃസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കൂടുതലായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം ഫാസ്റ്റിങ്ങിന്റെ ഒന്നാമത്തെ പേർപ്പസ്, ദ ഫസ്റ്റ് പേർപ്പസ് ഓഫ് ഫാസ്റ്റിംഗ്, അത് എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലാണ്. 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ടു സ്ട്രെങ്തൻ പ്രയർ. ടു സ്ട്രെങ്തൻ പ്രയർ. പ്രാർത്ഥന എന്നുള്ളത് അല്ലെങ്കിൽ ഉപവാസം എന്നുള്ളത് നമ്മെ തന്നെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. നമ്മെ തന്നെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. വായിക്കാമോ? അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. കണ്ടോ? ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. So we fasted and sought our God for this. പ്രാർത്ഥനയിൽ ദൈവാലോചന ചോദിക്കുകയാണ്. ഉപവസിച്ച് ദൈവാലോചന ചോദിക്കുകയാണ്. ഞാനത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ദൈവത്തോടുള്ള അപേക്ഷയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന. സ്തോത്രം. കർത്താവിന്റെ ഞങ്ങളുടെ അപേക്ഷ കേട്ടു എന്ന് വേദപുസ്തകം പറയുന്നു. സോ ഫസ്റ്റ് പർപ്പസ് ഓഫ് ഫാസ്റ്റിംഗ് ഈസ് to strengthen ourselves in prayer. പ്രാർത്ഥനയിൽ നമ്മെ തന്നെ ബലപ്പെടേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന പ്രക്രിയയാണ് ഉപവാസം. അതാണ് എസ്രാ ചെയ്തത്. ദ സെക്കൻഡ് വൺ, ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം ചാപ്റ്റർ 20 വേഴ്സ് 26. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ടു സീക്ക് ഗോഡ്സ് ഗൈഡൻസ്. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ച് പാർത്ത് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. കണ്ടോ? ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഇസ്രായേല് അവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കള് സർവ്വജനവും കയറി ബേഥേലിൽ ചെന്നിട്ട് യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് സന്ധ്യ വരെ ഉപവസിച്ച് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് യഹോവയോട് ആലോചന ചോദിക്കുന്നു. ടു സീക്ക് ഗോഡ്സ് ഗൈഡൻസ്. ഇത് നമ്മുടെ ഉപവാസത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും വളരെ ആവശ്യമാണ്. ദൈവത്തോട് ആലോചനയും ദൈവത്തോട് ഗൈഡൻസും ചോദിക്കുക. കർത്താവേ, ഞാനത് ചെയ്യണമോ? ഞാൻ പോകണമോ? കർത്താവേ, ഞാൻ ഈ കാര്യം പറയണമോ? കർത്താവിനോട് ആലോചന ചോദിച്ച് ചെയ്യുന്ന ദൈവമക്കൾ ഇക്കാര്യങ്ങൾ ഉണ്ടാകും. സ്തോത്രം. കർത്താവിനോട് ആലോചന ചോദിച്ചേ ഒരു കാര്യം ചെയ്യാവുള്ളൂ. മൂന്നാമത്തെ കാര്യം, ടു എക്സ്പ്രസ് ഗ്രീഫ്. ടു എക്സ്പ്രസ് ഗ്രീഫ്. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 31 വേഴ്സ് 13. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 31 വേഴ്സ് 13. ശമൂവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം 31-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവിടെ അവളുടെ അസ്ഥികളെ അവർ എടുത്ത് യാബേശിന്റെ പിജുലവൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊഴിച്ചിട്ടു 7 ദിവസം ഉപവസിച്ചു. ടു എക്സ്പ്രസ് ഗ്രീഫ്, ഒരു ദുഃഖം പ്രകടിപ്പിക്കുന്ന പ്രക്രിയയാണ് പലപ്പോഴും ഉപവാസം. അതാണ് ടനീത്ത് എന്ന് പറയുന്നത്. ടനീത്ത്, എല്ലാ കാര്യങ്ങളിലും ഒഴിഞ്ഞു നിന്നിട്ട് തങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖം ദൈവത്തോട് പറഞ്ഞു തീർക്കുകയാണ്. കാരണം ഇസ്രായേലിൽ ഒരു രാജാവ് പട്ടുപോയി, രാജാവിന്റെ പുത്രന്മാരും പട്ടുപോയി, ഒരു ദിവസത്തിൽ പട്ടുപോയി. ശത്രുക്കൾ വന്നിട്ട് ഈ രാജാവിന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. കഴുത്ത് വെട്ടിക്കളഞ്ഞിട്ട് ഉടലെടുത്തിട്ട് അസ്തോരാത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചു. അല്ലെ, രാജാവിന്റെ, അതെ, ഈ ശൗലിന്റെ. അവിടെ എഴുതിയിട്ടുണ്ട് 1 ശമൂവേൽ 31-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവന്റെ ആയുധവർഗം അവര് അസ്താരോത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ ഉടൽ അവര് ബേത്ഷാന്റെ ചുവരിന്മേൽ തൂക്കിയിട്ടു. തലയില്ലാത്തൊരു ശരീരം, അല്ലേ?
9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അവൻ അവരുടെ തല വെട്ടിക്കളഞ്ഞു, ആയുധവർഗം അഴിച്ചെടുത്തു, വിഗ്രഹ ക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും ഈ വർത്തമാനം അറിയിക്കേണ്ടതിന് നാടാകെ ആളുകളെ വിട്ടു. ശൗലിന്റെ തല വെട്ടിമാറ്റി ഉടല് വേറൊരു സ്ഥലത്ത് വെച്ചു. ആയുധവർഗം, ആയുധങ്ങളൊക്കെ വേറൊരു സ്ഥലത്ത് വെച്ചു. സ്തോത്രം. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണ്. 7 പേരാണ് വേദപുസ്തകത്തിൽ ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്തവരിൽ ഒരാളാണ് ശൗല്. അങ്ങനെ ആത്മഹത്യ ചെയ്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ ശൗലിന്റെയും പുത്രന്മാരുടെയും ശവശരീരം അവരെ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ട് കത്തിച്ചു കളഞ്ഞു. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അഭിഷക്തനെതിരായി നീങ്ങുന്ന ഒരു മനുഷ്യന്റെ സ്ഥിതി വായിച്ച് ഒന്ന് ഗ്രഹിക്കുന്നത് നല്ലതായിരിക്കും. യഹോവയുടെ അഭിഷക്തന് നേരെ നിന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി നോക്കി. ഈ മനുഷ്യനെ അടക്കുകയല്ല ചെയ്തത്, ഈ മനുഷ്യനെ ദഹിപ്പിച്ചു കളഞ്ഞു. ശൗലിനെ ദഹിപ്പിച്ചു കളഞ്ഞിട്ട് ഈ ദഹിപ്പിച്ച ആ ചാരത്തിന്റെ അകത്തുനിന്ന് ശൗലിന്റെ അസ്ഥി പെറുക്കിയെടുത്തിട്ട് അതൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടതിന് ശേഷം ഇസ്രായേൽ മക്കള് 7 ദിവസം ഉപവസിച്ചു. സ്തോത്രം. ആ ഉപവസിച്ചത് എൻ്റെ വാക്കുകളൊക്കെ മിസ്നായി കിടപ്പുണ്ട്. ഇനി ആർക്കും ഇത് വരുത്തരുതേ എന്നാ പ്രാർത്ഥന. ഇനി ആർക്കും അത് വരുത്തരുതേ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ദാവീദ് ധനുർഗീതം എന്ന് പറയുന്ന ഒരു ഗീതം എഴുതി ഉണ്ടാക്കി. ദാവീദ് അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതി. അത് യുദ്ധ പുസ്തകത്തിൽ, ഇസ്രായേലിന്റെ യുദ്ധ പുസ്തകത്തിൽ രേഖപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു ശോകഗാനം ദാവീദ് പാടി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ടു എക്സ്പ്രസ് ഗ്രീഫ്. അതിനുവേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതാണ് 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം 2 ദിനവൃത്താന്തങ്ങൾ 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 20 20-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ടു സീക്ക് ഡെലിവറൻസ് ഓർ പ്രൊട്ടക്ഷൻ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടിയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഉപവാസം. 20-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. സകല യഹൂദാ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹോശാഫാത്തിന് നേരെ ഒരു യുദ്ധം വരികയാണ്. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരെന്ന് പറയുന്ന ഒരു സമൂഹവും കൂടെ വരികയാണ്. അപ്പം ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യം ഉണ്ടാകുക. ഒരു വലിയ സമൂഹം ചെറിയ സമൂഹത്തിന് നേരെ കയറി കടന്നു വരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഈ രാജാവ് ഭയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാന് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. സ്തോത്രം. ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഉപവാസം പ്രസിദ്ധം ചെയ്തയാള് ബലവാന്മാരുടെ യുദ്ധത്തെ അതിജീവിച്ചു എന്നാണ് താഴോട്ടുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ടു സീക്ക് ഡെലിവറൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ. നമുക്ക് സുരക്ഷയും വിടുതലും വേണോ? ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അതാണ് അതിജീവനത്തിന്റെ സിദ്ധാന്തമാണ് പ്രാർത്ഥനയിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമുക്ക് ഏതെങ്കിലും കാര്യത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഉപവസിച്ചേ പറ്റൂ. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. ടു എക്സ്പ്രസ് റിപ്പന്റൻസ് ആൻഡ് റിട്ടേൺ ടു ഗോഡ്. വായിക്കാം. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. സ്തോത്രം. അപ്പം ശമൂവേല്
ഇസ്രായേലിന്റെ ന്യായപാലകനായിരുന്നു. അദ്ദേഹം ചെയ്തത് മിസ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഉപവസിച്ചു. മിസ്പ ടീം എന്ന് പറഞ്ഞാൽ ഫാമിലി എന്ന് അതിന്റെ അർത്ഥം കേട്ടോ. മിസ്പ ടീം എന്നൊക്കെ പറഞ്ഞാൽ കുടുംബം എന്ന ആ വാക്കിന്റെ അർത്ഥം. മിസ്പയിൽ വെച്ച് ഉപവസിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി ഫാസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അകത്ത് തെറ്റൊന്നുമില്ല. ശമൂവേൽ ചെയ്തെന്ന് അറിയാം, എല്ലാവരെയും കൂടെ മിസ്പയിൽ കൊണ്ടുവന്നിട്ട് വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പൊ നമ്മുടെ ഉപവാസ പ്രാർത്ഥന എന്തായിരിക്കണം? ടു എക്സ്പ്രസ് റിപ്പൻഡൻസ് ആൻഡ് റിട്ടേൺ ടു ഗാഡ്. ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരികയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉപവാസ പ്രാർത്ഥന. ആറാമത്തെ കാര്യം, രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം ഫസ്റ്റ് കിങ് ചാപ്റ്റർ 21 വേഴ്സ് 27 to 29, 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം ഫസ്റ്റ് കിങ് ചാപ്റ്റർ 21 വേഴ്സ് 27 to 29. അവിടെ ഇരിക്കുന്ന ആഹാബിനെ കുറിച്ചാണ്. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി. വായിക്കാം. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റി രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് തിശ്ബിലായ ഏലിയാവിന് ഉണ്ടായി, ആഹാബ് എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. കണ്ടു, ഒരനർത്ഥം അടുത്ത തലമുറയിലേക്ക് നീക്കി വിട്ടു. ടു ഹംബിൾ വൺ സെൽഫ് ബിഫോർ ഗോഡ്. ആഹാബ് എന്ന് പറയുന്ന രാജാവ് നല്ല രാജാവൊന്നും ആയിരുന്നില്ല. ചരിത്രത്തിൽ ദുഷ്ടരാജാക്കന്മാരുടെ പട്ടികയിൽ വരുന്ന ആളാണ് ആഹാബ്. പക്ഷെ ആഹാബ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സ് മാറി. അതിന്റെ കാരണം എന്താ? നമുക്ക് പോലും ഇഷ്ടപ്പെടുകയല്ല ദൈവം ആ മനസ്സ് മാറ്റിയത്. കാരണം എന്താ? ദൈവമാണ്. സകല ആളുകളും ദൈവമക്കളാണ്. ആരനുദപിച്ചാലും ദൈവം കേൾക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തവർ അനുദപിച്ചാലും ദൈവം കേൾക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. സ്തോത്രം. ആഹാബ് അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടനെ ഏലിയാവിന് അരുളപ്പാടുണ്ടായി. ഏലിയാവ് ചെന്ന് പറഞ്ഞു, കണ്ടോ ആഹാബ് എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി. അത് കണ്ടോ, അവൻ തന്നെത്താൻ താഴ്ത്തിയിരിക്കുന്നു. അവൻ താഴ്ത്തിയത് കൊണ്ട് അവന്റെ ജീവകാലത്ത് ഞാൻ അനർത്ഥം വരുത്തുകയില്ല. ആ അനർത്ഥം അവന്റെ അടുത്ത തലമുറയിൽ വരുത്തും എന്ന് പറഞ്ഞു. സ്തോത്രം. അനർത്ഥം ഉള്ളത് തന്നെയാണ്. കാരണം ചെയ്തതിൻ്റെയൊക്കെ ഒരു അനുഭവിക്കുന്ന ഒരു കാലമുണ്ട്. അത് അനർത്ഥം തന്നെയാണ്. പക്ഷെ അനർത്ഥം മാറ്റിവിട്ടു. അപ്പം ടു ഹംബിൾ വൺ സെൽഫ് ബിഫോർ ഗോഡ്, അതാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യം. ഇനി ഏഴാമത്തെ കാര്യം, നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിലുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ടു എക്സ്പ്രസ് കൺസേൺ ഫോർ ദ വർക്ക് ഓഫ് ദ ലോർഡ്. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ. കണ്ടെന്നോ, നെഹമ്യാവിന്റെ ഒരു പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. രാജകൊട്ടാരത്തിൽ പാനപാത്രവാഹകനായി സേവനം ചെയ്ത നെഹമ്യാവ് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു വന്ന ആളുകളോട് പിതൃദേശത്തെക്കുറിച്ച് ആരായുമ്പോൾ ആ പിതൃദേശത്തിന്റെ ചിത്രം തന്നെ മനസ്സിൽ കിട്ടുകയാണ്. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞുപോയി, വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ഉപവാസത്തിന്റെ 4 കണ്ടന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇരുന്ന് കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പോ യാതൊരു സാധ്യതയും അവിടെ ഇല്ല. ഇത് പോയി പണിയാനുള്ള സാധ്യതയൊന്നും നെഹമ്യാവിന്റെ മുൻപിൽ ഇല്ല. എങ്കിൽ പോലും താൻ എന്ത് ചെയ്തെന്നറിയാമോ?
ദൈവസന്നിധിയിൽ കരയുകയും ദുഃഖിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു വാതില് നെഹമ്യാവിന്റെ മുമ്പിൽ തുറന്നു വന്നു. 11 വർഷം മുമ്പ് എസ്ര ശ്രമിച്ച ഒരു കാര്യമാണ് ഈ മതില് പണിയാനായിട്ട്. 11 വർഷം മുമ്പ്. എസ്ര മഹാനായ ഒരു വ്യക്തിയാ, സ്വാധീനമുള്ള ഒരു വ്യക്തിയാ. എസ്രായും നെഹമ്യാവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ എസ്ര വളരെ ഉയർന്നൊരു സ്ഥലത്തും നെഹമ്യാവ് താഴെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എസ്രായിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം നെഹമ്യാവിനെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ചു. God uses ordinary person to establish extraordinary purpose. ഹല്ലേലൂയ. നാം ആരെന്ന് നോക്കിയല്ല കർത്താവ് ഒരു കാര്യം ചെയ്യുന്നത്. നമ്മുടെ പശ്ചാത്തലം നോക്കിയല്ല, നമ്മുടെ പ്രാർത്ഥനാനുഭവം നോക്കിയാണ് ദൈവം നമ്മളിൽ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. നെഹമ്യാവിനെ ദൈവം ഉപയോഗിച്ചു. തന്റെ മുൻപിൽ റിസോഴ്സസ് കുറവായിരുന്നു, പക്ഷെ ദൈവം തന്നോടുകൂടെ ഇരുന്നു. സ്തോത്രം. അതുകൊണ്ട് രാജാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചിട്ടി ബി മിൽഗയ, ചുട്ടി ബി മിൽഗയ, ഇത് രണ്ടും കിട്ടി. റോയൽ പാർക്കിൽ നിന്നാണ് തടി കിട്ടിയത്. അവിടെ എഴുതിയിരിക്കുന്ന റോയൽ പാർക്ക് എന്നാണ്. അല്ലെ, രാജാവിന്റെ വനപാലകരോട് തടി കൊടുത്തോളാനായിട്ട് ഒരു ശുപാർശ കത്ത് ഒക്കെ കൊടുത്തു. നോക്കിക്കേ, സ്തോത്രം. നെഹമ്യാവിനെ ദൈവം ഉപയോഗിക്കുന്നു. അപ്പം ഇഫ് യു പ്രേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വേലയ്ക്കുള്ള വഴി കർത്താവ് തുറക്കുമെന്നേ. കർത്താവ് തുറക്കും. ഹല്ലേലൂയ. ഭാരതത്തിൽ ധാരാളം വഴികളെ ദൈവം തുറക്കും. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി. 8ാമത്തെ കാര്യം, യെശയ്യാപ്രവാചക പുസ്തകം 58 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ദീർഘവാക്യങ്ങളാണ്, അത് വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. യെശയ്യാപ്രവാചക പുസ്തകം 58-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ടു മിനിസ്റ്റർ ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്, അതാണ് ഫാസ്റ്റിങ്ങിന്റെ പർപ്പസ്. ടു മിനിസ്റ്റർ ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നതാണ് ഉപവാസം. എന്നിട്ട് ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉപവസിക്കുമ്പോൾ അന്യായ ബന്ധനങ്ങൾ അഴിക്കണം, നുകത്തിന്റെ അമിക്കയറുകൾ അഴിക്കണം, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം, നുകത്തെ തകർക്കണം. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. എന്നിട്ട് വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്തുകൊള്ളണം. അവർക്ക് ഉടുപ്പ് കൊടുക്കണം, അവരെ ഉടുപ്പിക്കണം. മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കരുത്. അതാണ് ഉപവാസം. സ്തോത്രം. ഉപവാസത്തിൽ ചരതിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി വീതം വെച്ചു കൊടുക്കണം. സ്തോത്രം. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അല്ലെ, ഉപവാസത്തിൽ നമ്മൾ ചരതിച്ചു വയ്ക്കുന്ന റിസോഴ്സസ് എന്ത് ചെയ്യണം? പൊതുപ്രയോജനത്തിനായി മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഇരിക്കുന്നവർക്ക് വേണ്ടി നാം കൊടുക്കുവാൻ തയ്യാറായിരിക്കണം. അതാണ് ടു മിനിസ്റ്റർ ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. അതാണ് പ്രാർത്ഥനയുടെ 8ാമത്തെ പർപ്പസ്. 9ാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. അത് ദീർഘവാക്യങ്ങളാണ്, വായിക്കണ്ട, എഴുതാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ടു ഓവർകം ടെംപ്റ്റേഷൻ ആൻഡ് ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ടു ഗാഡ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപവാസം. ടു ഓവർകം ടെംപ്റ്റേഷൻ. നമ്മുടെ മുൻപിലുള്ള ടെംപ്റ്റേഷനുകളെ, പരീക്ഷകളെ അതിജീവിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന പ്രക്രിയയാണ് ഉപവാസം എന്ന് പറയുന്നത്. 10ാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ടു എക്സ്പ്രസ് ലവ് ആൻഡ് വർഷിപ്പ് ഫോർ ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും ദൈവത്തെ കരുതുന്നു, ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നുള്ളത് കാണിക്കുവാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആരാധനയ്ക്കും വേർതിരിയുവാനുമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ടാണ് ഇവിടെ ഉപവാസത്തെ കാണുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 10 പർപ്പസുകൾ, പ്രാർത്ഥനയിലുള്ള 10 പർപ്പസുകൾ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെല്ലാം
മറന്നുകൊണ്ടും മറികടന്നുകൊണ്ടും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമ്മുടെ ഉപവാസത്തിൽ നമ്മൾ പരിശ്രമിക്കണം. സ്തോത്രം. നമുക്ക് ശാരീരിക ആവശ്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുണ്ട്, കുടുംബങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുന്നത് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ് ആൻഡ് ദോസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു. ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതൊക്കെയും നിങ്ങൾക്ക് നൽകി തരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉപവസിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ തയ്യാറാകാം. കൂടുതൽ നമ്മൾ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിന്റെ ഹൃദയത്തെ ആവാഹിച്ചെടുക്കുവാനും ദൈവേഷ്ടം പൂർണ്ണമാകുവാനും നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ മറികടക്കുവാനും നമുക്ക് ഉപവാസത്തെ നമുക്ക് വിനിയോഗിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് അല്പസമയം ദൈവത്തോട്